ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അത് ശരിയാണ്, ബംഗ്ലാദേശ് ദുർബലരാണ്. ടീം ഇന്ത്യയുടെ നിലവാരവുമായിട്ട് യാതൊരു തരത്തിലും ബന്ധിക്കാൻ സാധിക്കാത്തൊരു ടീമാണ് ബംഗ്ലാദേശ്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് അവർ നടത്തിയിട്ടുള്ള പോരാട്ട വീര്യം പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ടീം ഇന്ത്യയുടെ തകർപ്പൻ ബാറ്റിംഗ് നിരയെ 168 റൺസിൽ തളച്ചിട്ടിരിക്കുന്നു ബംഗ്ലാദേശ്. അതിന് അവരുടെ ബോളർമാർക്ക് കൈയടിക്കുക തന്നെ വേണം. പക്ഷേ ടീം ഇന്ത്യ അനാവശ്യമായി നടത്തിയ ചില പരീക്ഷണങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. സഞ്ജു സാംസൺ മികച്ച രീതിയിൽ ഓപ്പണറായി കളിക്കുന്ന താരമാണല്ലോ. പക്ഷേ ഈ ഒരു ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഗില്ലിനെ ഓപ്പണറായി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് സഞ്ജുവിനെ 5-ാമനായി കൊണ്ടും 6-ാമനായി കൊണ്ടുമായിരുന്നു പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ എന്താണ് ചെയ്തത്? എന്ത് പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്? വൺ ഡൗൺ ആയിക്കൊണ്ട് ക്യാപ്റ്റൻ സൂര്യയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദാണ്ടെ ഒരു വലിയ ട്വിസ്റ്റ്. ശിവൻ ദൂബെ കളിക്കളത്തിലേക്ക് വരുന്നു. മിക്കപ്പോഴും 5-ാമനായി കൊണ്ടും 6-ാമനായി കൊണ്ടൊക്കെ ഫിനിഷർ റോളിൽ കളിക്കുന്ന താരമാണല്ലോ ശിവൻ ദൂബെ. പക്ഷെ അദ്ദേഹത്തെ വൺ ഡൗൺ ആയിട്ട് ഇറക്കി വിടുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ദൂബെ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ബംഗ്ലാദേശിന് 169 റൺസാണ് വിജയലക്ഷ്യമായിട്ട് ടീം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ സ്കോറാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇന്ത്യക്ക് വേണ്ടി ഇന്നും അഭിഷേക് ശർമ്മ നടത്തിയിട്ടുള്ള വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. വാട്ട് എ പ്ലെയർ ഫോർ ദിസ് ഫോർമാറ്റ്. എന്തൊരു കളിയാണ് അഭിഷേക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 37 പന്തുകളിൽ 75 റൺസിന്റെ വെടിക്കെട്ടാണ് അഭിഷേക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി മാറിയതും അദ്ദേഹം തന്നെയായിരുന്നു. ഒടുവിൽ നിർഭാഗ്യവശാൽ അദ്ദേഹം റൺഔട്ടായിട്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹാർദിക് പാണ്ഡ്യ 29 പന്തുകളിൽ നിന്ന് 38 റൺസ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ സ്കൈയും തിലക് വർമ്മയും ശിവൻ ദുബെയും ഒക്കെ നിരാശപ്പെടുത്തുകയും ചെയ്തു. സഞ്ജു സാംസണിന് ഈ ഒരു മത്സരത്തിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് എന്നെ ഏറെ അതിശയപ്പെടുത്തുന്നുണ്ട്. കാരണം നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു ഏഷ്യ കപ്പ് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഓപ്പണറായി ഇറങ്ങിക്കൊണ്ട് 3 സെഞ്ചുറികളടക്കം ഗംഭീര പൊളിച്ചെടുക്കൽ നടത്തിയ സഞ്ജു സാംസൺ എന്ന താരത്തെ ഈ ഒരു മത്സരത്തിൽ 8-ാമനായി കൊണ്ട് ഇറക്കാനായിരുന്നു ഇന്ത്യൻ ടീം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് റിങ്കു സിംഗ് എന്ന സൂപ്പർബായിട്ടുള്ള ഒരു ഫിനിഷറെ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ആദ്യ ഇന്നിംഗ്സിന്റെ അവസാന സമയങ്ങളിൽ അക്സറും ഹാർദിക്കൊക്കെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജു സാംസൺ ഇങ്ങനെ ബോൾ കൊണ്ട് എറിഞ്ഞു കളിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സഞ്ജുവിനെ കൊണ്ട് ബൗൾ ചെയ്യിപ്പിക്കാനാണോ പ്ലാൻ? അതും പറയാൻ കഴിയില്ല. അമാതിരി പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ വലിയ തോതിലുള്ള റൺസ് വാങ്ങിയെങ്കിൽ കൂടി ബംഗ്ലാദേശ് പിന്നീട് അതിശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റിഷാദ് ഹുസൈൻ അവർക്ക് വേണ്ടി 2 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നതും. അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർബായിട്ടുള്ള റൺഔട്ടിലൂടെയാണ് അഭിഷേക് ശർമ്മ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നതും. ഏതായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ടീം ഇന്ത്യ ബംഗ്ലാദേശിനെ തകർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.